നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് യുവതിയുടെ കൈവിരലുകൾ അറ്റുപോയ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. ഹെയർ ഡ്രയറിനുള്ളിൽ ഒളിപ്പിച്ച ചെറു ബോംബാണ് സ്ഫോടനത്തിന് കാരണം എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധപ്പ ശീലാവത് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ബംഗളൂരു ബാഗൽകോട്ടിലാണ് സംഭവം നടക്കുന്നത്. ശശികല എന്ന യുവതിയുടെ പേരിലാണ് ഹെയർ ഡ്രയർ പാഴ്സൽ വന്നത്. അറസ്റ്റ് ചെയ്ത പ്രതിയും രാജേശ്വരി എന്ന സ്ത്രീയുമായി 1 വർഷം മുൻപാണ് അടുപ്പത്തിലായത്. ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവ് മരിച്ചിരുന്നു. മികച്ച രീതിയിൽ മുന്നോട്ടു പോയിരുന്ന ബന്ധത്തിൽ അടുത്തിടെയാണ് വിള്ളൽ വീണത്. ഇതിന് കാരണക്കാരി രാജേശ്വരിയുടെ അയൽക്കാരിയായ ശശികലയാണെന്നാണ് സിദ്ധപ്പ മനസ്സിലാക്കിയത്. ഇതോടെയാണ് ശശികലയെ കൊലപ്പെടുത്താൻ പ്രതി തീരുമാനമെടുക്കുന്നത്. തുടർന്ന് ഇയാൾ ഹെയർ ഡ്രയറിനുള്ളിൽ ഡിറ്റനേറ്റർ സ്ഥാപിച്ച് ശശികലയുടെ വിലാസത്തിൽ പാഴ്സൽ അയക്കുകയായിരുന്നു. എന്നാൽ ശശികല വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് പാഴ്സൽ എത്തിയത്. പാഴ്സൽ കൈപ്പറ്റിയത് രാജേശ്വരി. ശശികലയുടെ നിർദ്ദേശപ്രകാരമാണ് രാജേശ്വരി പാഴ്സൽ തുറന്നു നോക്കിയത്. പാഴ്സലിൽ ഹെയർ ഡ്രയർ ആണെന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ ഇവർക്ക് കൈവിരൽ നഷ്ടപ്പെട്ടിരുന്നു. ഹെയർ ഡ്രയറിലെ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അപകടം ഉണ്ടായത് എന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിലാണ് ആസൂത്രിതമായ കൊലപാതക ശ്രമമാണെന്ന് മനസ്സിലാകുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ശശികല ഹെയർ ഡ്രയർ ഓർഡർ ചെയ്തിട്ടില്ലെന്നും മനസ്സിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിദ്ധപ്പയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാകുന്നത്. 37 വയസ്സുള്ള കൊപ്പാൾ കുസ്തഗി സ്വദേശിയായ സിദ്ധപ്പ ശീലാവത് കോറി തൊഴിലാളിയാണ്. കൊപ്പാളിലെ ഗ്രാനൈറ്റ് കമ്പനി സൂപ്പർവൈസർ കൂടിയായിരുന്നു ഇയാൾ. സംഭവശേഷം ഒളിവിൽ പോയ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.